അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഷഹറുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ് വിശുദ്ധമായ റമളാൻ മാസം. അതിനാൽ പുണ്യങ്ങളുടെ മാസമായ വിശുദ്ധമായ റമളാനിൽ നാം ധാരാളമായി ഖുർആനിനെ നാം ഓതുക. വിശുദ്ധ ഖുർആനിനെ നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ വജബ ശഫാഅത്തി, വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്നതാണ്. അലിഫ് ലാം മീം 3 അറഫുണ്ടെങ്കിൽ 30 പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഹർഫിന് 10 വെച്ച്. അങ്ങനെ വിശുദ്ധ ഖുർആനെ നാം ധാരാളമായി ഓതിക്കഴിഞ്ഞാൽ വജബ ശഫാഅത്തി, വിശുദ്ധമായ ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്നതാണ്. അതിനാൽ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. പ്രത്യേകിച്ച് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം മഹബ്ബത്ത് വെക്കുകയും അവിടുത്തെയോടുള്ള മഹബ്ബത്ത് കൊണ്ട് ധാരാളം അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. വൻ സ്വല്ലാ അലൈഹി അശറ സലവാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 സലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 10 സലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ 100 സലാത്തുകൾ ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം മദീനത്തു റസൂലില്ല, മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും ശ്രമിക്കുകയും നമ്മുടെ നോമ്പുകൾ മറ്റുള്ളവരെ പരദൂഷണവും വേഷണയും പറഞ്ഞ് നോമ്പുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പരമാവധി നമ്മുടെ നാവുകളെ നാം സംരക്ഷിച്ച് നിർത്തുകയും ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.